ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചെന്ന കേസിൽ രാജ്യവ്യാപകമായി SDPI ഓഫീസുകളിൽ ED റെയ്ഡ് നടക്കുന്നതിനിടെ കേസിൽ മറ്റൊരു വഴിത്തിരിവ്. SDPI അക്കൗണ്ടുകളിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു. റെയ്ഡുകൾക്ക് പിന്നാലെയാണ് വിശദാംശങ്ങൾ ആരാഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ED കത്ത് നൽകിയത്. തിരഞ്ഞെടുപ്പ് ചെലവുകൾ, സംഭാവനകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉൾപ്പെടെ 2 മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. മാത്രമല്ല, സംഭാവന നൽകിയവരുടെ അക്കൗണ്ടുകളിലേക്ക് മുൻകൂർ പണം എത്തുകയും പിന്നീട് ഇതേ പണം എടുത്ത് സംഭാവന എന്ന പേരിൽ SDPI നേതാക്കൾക്ക് നൽകുന്ന രീതിയാണ് അവലംബിക്കുന്നതെന്നും ED വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്ര, ബംഗാൾ, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. SDPI നിരോധനത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം ജനിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. കേരളത്തിലടക്കം 10 സംസ്ഥാനങ്ങളിലെ SDPI കേന്ദ്രങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചെന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വഹിദുർ റഹ്മാൻ എന്നയാളെ കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇയാളാണ് ആയുധ പരിശീലനം നൽകിയിരുന്ന വ്യക്തിയെന്ന് ED അറിയിച്ചു. ഇയാളുടെ അക്കൗണ്ടിലേക്ക് സംഭാവന എന്ന പേരിൽ എത്തിയ പണം പിന്നീട് SDPIക്ക് കൈമാറി. അനധികൃത പണമിടപാട് നടന്നെന്നും ED ആരോപിക്കുന്നു. കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് ED വ്യക്തമാക്കി. PFI പല സ്ഥലങ്ങളിലും ആയുധ പരിശീലനം നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചെന്നും ED അറിയിച്ചു. ഒരു വ്യക്തി അവരുടേതായെന്ന് പറഞ്ഞ് പാർട്ടിക്ക് നൽകുന്ന സംഭാവന, അതാകുമ്പോൾ വ്യക്തിപരമായി നൽകിയ സംഭാവന എന്നേ അർത്ഥം വരുന്നുള്ളൂ. ഈ സംഭാവനയ്ക്ക് തുല്യമായ പണം ഈ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ആരോ നിക്ഷേപിക്കുന്നു. ഇത് ഹവാല ഇടപാട് വഴിയുള്ള പണമാണെന്ന് ED കണ്ടെത്തി കഴിഞ്ഞു. SDPIയിൽ നിന്ന് പണം ലഭിച്ച വ്യക്തികൾ, സംഘടനകൾ എന്നിവരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ED അന്വേഷണം നടത്തുകയാണ്. എന്തായാലും കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെയാണ് SDPIയുടെ ഇപ്പോഴത്തെ അവസ്ഥ. SDPIയുടെ വേരിളക്കാൻ ഉറച്ചിരിക്കുകയാണ് ED. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.